കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും തുടർന്ന് നിരവധി കുടുംബങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെറുതും വലുതുമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും നിരവധി റോഡുകൾക്ക് കേടുപാട് സംഭവിച്ചു. കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയും ഒലിച്ചുപോയി. ശനിയാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ മുണ്ടക്കയം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മണിമലയാർ കരകവിഞ്ഞ് ഒഴുകി സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. ഇതിനെ തുടർന്ന് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ 4-ാം വാർഡിലെ 14 കുടുംബങ്ങളെ മുണ്ടക്കയം സെന്റ് ജോസഫ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുണ്ട്. കുട്ടികളടക്കം 54 പേരാണ് ഇവിടെയുള്ളത്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, മറ്റ് അവശ്യ സാധനങ്ങൾ, മരുന്ന് എന്നിവ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട്. ജനപ്രതിനിധികൾ ക്യാമ്പുകൾ സന്ദർശിച്ച നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പെരുവന്താനം പഞ്ചായത്തിലെ അമ്മലഗിരി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലാണ് വ്യാപക നാശനഷ്ടത്തിന് ഇടയാക്കിയത്. കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി. നിരവധി റോഡുകളും തകർന്നു. ആനച്ചാരി മേലോറൻ റോഡ് ഉരുൾപൊട്ടലിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ പാലൂർക്കാവ് സെന്റ് ജോർജ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 35ഓളം പേരും പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പിൽ 15ഓളം പേരുമാണ് ഉള്ളത്. കിഴക്കൻ മേഖലയിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കിയ പഞ്ചായത്തുകളിലൊന്നാണ് കൂട്ടിക്കൽ. NDR JJ മർഫി മെമ്മോറിയൽ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നായി 100-ൽ അധികം ആളുകളാണ് ഉള്ളത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ സാധ്യതയുമുള്ള മേഖലകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഇളങ്കാട് ടൗൺ വാർഡിൽ നിന്നും 5ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. പഞ്ചായത്തിൽ 3ഓളം വീടുകൾ പൂർണ്ണമായും തകരുകയും 15ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണിടിച്ചിലിലും മഴവെള്ളപ്പാച്ചിലിലും കൈപ്പള്ളി ഈരാറ്റുപേട്ട റോഡ് തകർന്നിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിലെ കല്ലും മണ്ണും നീക്കം ചെയ്ത ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽ പറത്താനം, ഒളയനാട് ഭാഗങ്ങളിൽ കോഴി ഫാമുകളിൽ വെള്ളം കയറി ആയിരക്കണക്കിന് കോഴികൾ ചത്തു. വളർത്ത മൃഗങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൊക്കയാർ പഞ്ചായത്തിൽ മഴവെള്ളപ്പാച്ചിലിൽ മേലോരം മുക്കുളൻടോപ്പ് റോഡ് തകർന്നു. ചെറുതും വലുതുമായ നിരവധി റോഡുകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പുല്ലകിയാർ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളിൽ വെള്ളം കയറി. NDR SNDP ഹാൾ, മുക്കുളം സെന്റ് ജോർജ് സ്കൂൾ, 34-ാം മൈൽ കല്ലേപ്പാലം അംഗൻവാടി, വെമ്പിളി കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 45ഓളം പേരെ പാർപ്പിച്ചിട്ടുണ്ട്. കോടത്തോട് പഞ്ചായത്തിൽ ചെറുതും വലുതുമായ നിരവധി റോഡുകൾക്ക് കേടുപാട് സംഭവിച്ചു. അപകട സാഹചര്യം കണക്കിലെടുത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ കോടത്തോട് പഞ്ചായത്തിന് സമീപമുള്ള EDC ഹാളിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴയിലും മഴവെള്ളപ്പാച്ചിലിലും ചെറുതും വലുതുമായ നിരവധി പാലങ്ങൾക്കും സംരക്ഷണ ഭിത്തികൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.